ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഗ്രോത്തിൻ്റെ 10ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട വേറൊന്നുമല്ല, കഴിഞ്ഞ ഒരു വർഷത്തെ നിങ്ങൾ വിലയിരുത്തുക. അതായത് നല്ലതായിരുന്നോ മോശമായിരുന്നോ എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. അതായത് രണ്ടും എഴുതാം, വേറൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ വർഷം എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടാതെ പോയി, അതൊക്കെ നമുക്ക് എഴുതി വെക്കാം. കാരണം ഈ അച്ചീവ് ചെയ്തതിനോട് നമ്മൾ ഇന്നലെ പറഞ്ഞ ഗ്രേറ്റ്ഫുൾ പറയുക. അതായത് അത്രയും കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുത്തതിന് ദൈവത്തിനോട് നന്ദി പറയുക. എന്തെങ്കിലും കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് എന്നും കൂടെ എഴുതി വയ്ക്കുക. ഇനി അതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നും കൂടെയുള്ള ഒരു സൊല്യൂഷൻ എഴുതി വയ്ക്കുക. ഒരെണ്ണമല്ല, ഒരു 5-6 സൊല്യൂഷൻ നിങ്ങൾ എഴുതി വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയാണ് നിങ്ങൾക്ക് തേടി നടന്നത്, പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് കിട്ടാഞ്ഞത്? നിങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോൾ അത് കുറഞ്ഞതുകൊണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടാഞ്ഞത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടാഞ്ഞതെന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് എഴുതി വയ്ക്കുക. എന്നിട്ട് ഇന്ന് തൊട്ട്, ഈ മൊമെൻറ്റ് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ, നമ്മൾ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തുക. നമ്മളൊരാൾ പുറമേ നിന്ന് സപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു കാര്യവും നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കരുത്. എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, സ്വയം നമ്മൾ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിൽ തന്നെ എല്ലാത്തിനുമുള്ള വഴികളുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും നമുക്ക് അത് സ്ഥിരമായിട്ട് നമ്മൾ ഓർക്കും, ഇതെനിക്ക് കഴിയുകയില്ല. ആ ഒരു നെഗറ്റീവ് മൈൻഡ് കൊണ്ടാണ് നമുക്ക് പലതും നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമുക്ക് കിട്ടാതെ വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾക്കുമുള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തുക. അതിനുശേഷം നിങ്ങൾ അതിലേക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, പെർഫെക്ഷൻ ഒരിക്കലും നോക്കരുത്. പെർഫെക്ഷൻ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പകുതി വെച്ച് നിർത്തി പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കൺസിസ്റ്റൻസി മാത്രം കീപ്പ് ചെയ്യുക. അതായത് എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഇപ്പോൾ പണമാണെങ്കിൽ കൂടെ അത് എൻ്റെ കയ്യിൽ ചിലവാക്കാൻ പണം ഇല്ല, അങ്ങനെ പറയും തോറും നമ്മളുടെ പണത്തിന് തന്നെ നമ്മളുടെ അടുത്തോട്ട് വരാനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, എൻ്റെ കയ്യിലുണ്ട്, ആവശ്യത്തിന് എനിക്ക് പൈസയുണ്ട് എന്ന് ചിന്തിച്ച് അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുക. അപ്പോൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ ഗ്രോത്തൊക്കെ സക്സസ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള മോട്ടിവേഷണൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക്